നമസ്കാരം എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓപ്പോ റെനോ 5 പ്രോ 5G സ്മാർട്ട് ഫോണിന്റെ അൺബോക്സിംഗും ഒരു കുട്ടി ഫസ്റ്റ് ഇംപ്രഷനുമാണ്. ആദ്യം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അൺബോക്സിംഗിലേക്ക് കിടക്കാം. പ്രോഡക്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഒരു നല്ലൊരു ഡിസൈനുള്ള ഒരു പെട്ടിയിലാണ് വരുന്നത്. പെട്ടി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹാൻഡ്സെറ്റ് കിട്ടും, അത് കഴിഞ്ഞിട്ട് നമ്മുടെ യൂസർ മാനുവൽ കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കിട്ടും, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ക്ലിയർ കേസ് കിട്ടും, അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് സൂപ്പർ വോക്ക് 2.0 65 വാട്ട്സിന്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ഡോക്കാണ്. അതുപോലെ തന്നെ ഒരു ടൈപ്പ് സി കേബിളും കിട്ടും. ഇത്രയാണ് നമുക്ക് പെട്ടിക്കകത്ത് വരുന്നത്. നമ്മൾ ഹാൻഡ്സെറ്റ് എടുത്ത് കൈകളിൽ വെച്ചിട്ട് ആ ഫസ്റ്റ് കവർ അങ്ങ് പീൽ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് വാവ്, എന്ത് കിടിലം ഹാൻഡ്സ് ഓൺ ഫീലാണ്. ആദ്യം തന്നെ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഇതിന്റെ ഹാൻഡ്സ് ഓൺ ഫീൽ തന്നെയാണ്. ഹാൻഡ്സിലെടുത്ത് വെക്കുന്ന സമയത്ത് വളരെ സ്ലീക്ക് ആയിട്ടുള്ളൊരു ഡിവൈസ് ആണ്, വളരെ വെയിറ്റ് ഫീൽ ചെയ്യാത്തൊരു ഡിവൈസ് ആണ്. ആൻഡ് എഡ്ജ്, അതായത് ഇതിന്റെ ഡിസ്പ്ലേ കർവ്ഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ കൈകളിൽ പിടിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഭംഗിയും പ്രത്യേക സുഖമൊന്നുണ്ട്. എഡ്ജൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ കൈകളിൽ. ഇനി നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിൽ നിന്ന് പരിചയപ്പെടാം. സ്മാർട്ട് ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് 6.55 ഇഞ്ചിന്റെ ഒരു OLED ഡിസ്പ്ലേ ആണ് ഓപ്പോ കൊടുത്തിട്ടുള്ളത്. 90 ഹെർട്സ് ആണ് ഇതിന്റെ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത്. 1080x2400 ആണ് ഇതിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. പിക്സൽ ഡെൻസിറ്റി നോക്കിക്കഴിഞ്ഞാൽ 402 ppi ആണ്. പിന്നീട് നമ്മൾ കുറച്ചുകൂടി ഫിസിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മുടെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്രോഫോൺ വരുന്നുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ പവർ ബട്ടൺ വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ വോളിയം റോക്കർ വരുന്നുണ്ട്. ഏറ്റവും ബോട്ടം സൈഡിലായിട്ട് USB Type-C 2.1 അതുപോലെ തന്നെ സ്പീക്കർ വെൻസും പിന്നീട് നമ്മുടെ സിം പോർട്ടുമാണ് വരുന്നത്, അതായത് സിം ട്രേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 നാനോ സിമ്മുകൾ ഇടാനുള്ള ഒരു ട്രേ ആണ് വരുന്നത്. അതിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ട് നമുക്ക് SD കാർഡ് ഇടാനുള്ള ട്രേ ഇല്ല. എന്റെ കയ്യിലുള്ള ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് 8GB 128GB ഇന്റർണൽ സ്റ്റോറേജ് ആണ് ഇതിനകത്ത് വരുന്നത്. 8GB റാമും 128GB ഇന്റർണൽ സ്റ്റോറേജും. അതേപോലെ തന്നെ 12GB റാമും 256GB ഇന്റർണൽ സ്റ്റോറേജ് വരുന്ന വേരിയന്റും ഓപ്പോ റെനോ 5 പ്രോയ്ക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് കാണാൻ പറ്റും. വളരെ നല്ല ഭംഗി തോന്നിക്കുന്ന ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. ഇന്നേ വരെ നമ്മുടെ സ്മാർട്ട് ഫോൺസിൽ ഒന്നും കണ്ടിട്ടില്ലാത്തൊരു ഡിസൈൻ അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 64 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറ, 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ, 2 മെഗാ പിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസർ, അതുപോലെ തന്നെ 2 മെഗാ പിക്സലിന്റെ ഒരു മാക്രോ സെൻസർ, പിന്നീട് ഫ്ലാഷ്. ഇത്രയാണ് വരുന്നത്. ഒരു സ്ക്വയർ ഭാഗം കൊടുത്തിട്ട് ക്യാമറയുടെ മൊത്തത്തിൽ ഒരു ഗ്ലോസി ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് നമ്മുടെ പുറകു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഒരു മാറ്റ് സർഫസ് ആണ് വരുന്നത്. അലുമിനിയം ഫ്രെയിമിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഗൊറില്ല ഗ്ലാസ് 5 ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് എന്റെ കയ്യിലുള്ള വേരിയന്റിന്റെ കളർ എന്ന് പറയുന്നത് ആഷൽ ബ്ലൂ ആണ്. നമ്മൾ ലൈറ്റ് അടിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു ഒരു ഗ്രീനിഷ് ടിന്റ് ചെറുതായിട്ട് കാണും. നല്ല രസമാണ്. ഈ ഒരു സർഫസ് ഫിംഗർ പ്രിന്റ് ഒന്നും തന്നെ നമുക്ക് അതിന്റെ പുറകിൽ പിടിക്കത്തില്ല. വളരെ മാറ്റി സർഫസ് ആണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഫ്രണ്ട് ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ 32 മെഗാ പിക്സലിന്റെ ഒരു ഫ്രണ്ട് ഷൂട്ടറാണ് വരുന്നത്. ഡിസ്പ്ലേയുടെ കാര്യം വെച്ച് തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഡിസ്പ്ലേ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളതും വളരെ എടുത്ത് നിൽക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ്. കർവ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് ഭയങ്കര രസമാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ക്ലിയർ കേസ് ഇട്ട് കഴിഞ്ഞാലും ആ ഒരു ഹാൻഡ്സ് ഓൺ ഫീലിന് ഒരു കുറവും തന്നെ സംഭവിക്കുന്നില്ല. നല്ല കംഫർട്ടബിൾ ആണ് കൈകളിൽ പിടിക്കാനായിട്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ചിപ്സെറ്റിനെ പറ്റി പറയുന്ന സമയത്ത് ഫസ്റ്റ് ഡയമണ്ട്സിറ്റി MediaTek Dimensity 1000+ വെച്ചിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഇനി GPU നോക്കിക്കഴിഞ്ഞാൽ മാലി G77 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഗെയിമൊക്കെ ഞാൻ കളിച്ച് നോക്കി, പെർഫോമൻസും എല്ലാം നോക്കി. ഗെയിമൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട്, വളരെ ബട്ടറി സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് കളിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഡിവൈസിന്റെ കറന്റ് UI എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 11 ബേസിൽ നമ്മുടെ ColorOS 11.1 ആണ്. ബാറ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 4350 mAh ഒരു ലിഥിയം പോളിമർ ബാറ്ററി ആണ്. ആൻഡ് അതിന്റെ കൂടെ ഞാൻ നേരത്തെ ആദ്യം മെൻഷൻ ചെയ്തതുപോലെ തന്നെ 65 വാട്ട്സിന്റെ ഒരു സൂപ്പർ വോക്ക് ചാർജറും കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് ചാർജ് ആവും. ഓപ്പോ പറയുന്നത് അതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് നമ്മുടെ ബോക്സിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്ന USB കേബിളും അതുപോലെ തന്നെ ഡോക്കും കൂടി ഒരുമിച്ച് യൂസ് ചെയ്താലേ ഏറ്റവും നല്ല പെർഫോമൻസ് കിട്ടുള്ളൂ എന്നാണ്. ഇനി ഇതിന്റെ ഒരു ജസ്റ്റ് ഒരു ഇംപ്രഷൻ ഞാൻ പറയാം.
ഫസ്റ്റ് ഓഫ് ഓൾ, ഹാൻഡ്സ് ഓൺ ഫീൽ, ഡിസൈൻ, ബിൽഡ്. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇത്രയും നല്ലൊരു ഹാൻഡ്സ് ഓൺ ഫീൽ ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് പറയാൻ പറ്റുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഡിസൈൻ വൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം മറ്റ് സ്മാർട്ട് ഫോണിൽ നിന്നെല്ലാം ഡിഫറെന്റ് ആയിട്ടും എന്നാൽ ഭയങ്കര ഗിമിക്കൊന്നും കാണിക്കാത്ത രീതിയിൽ ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തേത് ബിൽഡ് ക്വാളിറ്റി. വളരെ നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ഓപ്പോ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്, ഒരു സംശയവുമില്ല. ആൻഡ് ഇന്ത്യയിലെ ആദ്യത്തെ മീഡിയാടെക് ഡയമൻസിറ്റി 1000+ വരുന്ന ഡിവൈസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പെർഫോമൻസ് പ്രതീക്ഷിക്കാം. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. കളേഴ്സ് എല്ലാം നല്ല രീതിക്ക് തന്നെ നമുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഇതുവരെ ഓപ്പോയുടെ ഒരു ഡിവൈസിലും നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ഡിഫറൻസ് നമുക്ക് ഓപ്പോ റെനോ 5 പ്രോയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ക്യാമറയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. വീഡിയോയ്ക്കും ഫോട്ടോസിനും ഒരേപോലെ കോൺസെൻട്രേറ്റഡ് ആണ് ഓപ്പോ ഈ ഒരു ഡിവൈസിൽ. അതുകൊണ്ട് തന്നെ വളരെ നല്ല ഫോട്ടോസ് നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനകത്തൊരു AI സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു AI എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫോട്ടോസ് ഒറ്റ ക്ലിക്കിന് എടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ ലൈറ്റോ ഒന്നും തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് നമുക്ക് അൾട്രാ വൈഡിൽ കിട്ടുന്നതായാലും ഇതിന്റെ പ്രൈമറി ക്യാമറയിൽ കിട്ടുന്നതായാലും ഇതിന്റെ മാക്രോയിൽ കിട്ടുന്നതായാലും നല്ല ഫോട്ടോസ് തന്നെയാണ്. ക്യാമറയെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം നമ്മൾ ഇനിയായിരിക്കും ചെയ്യുക, റിവ്യൂ വീഡിയോയിലായിരിക്കും ചെയ്യുക. ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. അത്രമാത്രമേ എനിക്കിപ്പോൾ യൂസ് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറയാനും സാധിക്കുള്ളൂ. വീഡിയോ എടുത്ത് തന്നെ പറയണം. കാരണം ഇതിനകത്ത് ഏറ്റവും എന്നെ അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ മോഡ് എന്ന് പറയുന്നത് ബൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. ഒരു DSLR ഷൂട്ട് ചെയ്യുന്ന പോലെ ബൊക്കെയുടെ വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ AI വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഇതിനകത്ത് മോർ ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഇതിന്റെ ഡുവൽ വീഡിയോ മോഡ് എന്നുള്ളത്. ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയും അതുപോലെ തന്നെ റിയർ ഫേസിംഗ് ക്യാമറയും ഒരുമിച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് യൂട്യൂബേഴ്സിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഷോ ഓഫ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റിയാക്ഷനും കൂടി അറ്റ് ദ ടൈം ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് സ്ലോ മോഷൻ. ഇതിന്റെ സ്ലോ മോഷന് പ്രത്യേകതകളുണ്ട്. നമ്മൾ സൂപ്പർ സ്ലോ മോഷൻ ക്യാമറയിൽ എടുക്കുന്നത് പോലെ നല്ല സ്പീഡിൽ വന്നിട്ട് പെട്ടെന്ന് ഭയങ്കര സ്ലോ ആവുന്ന തരത്തിലുള്ള സ്ലോ മോഷനാണ് വരുന്നത്. നിങ്ങൾ നമ്മുടെ സാമ്പിൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുന്ന വീഡിയോസിലും നമുക്ക് സ്റ്റെബിലൈസേഷൻ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഫ്രണ്ട് ക്യാമറയിൽ വരുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇതിന്റെ മൈക്ക് തന്നെയാണ്. നല്ലൊരു മൈക്രോഫോണും ഇതിനകത്ത് ഓപ്പോ ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെബിലൈസേഷൻ എനേബിൾഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റെബിലൈസേഷൻ എനേബിൾഡ് ആക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ച് ഷേക്ക് വരും. ഇപ്പോൾ സ്റ്റെബിലൈസേഷൻ എനേബിൾഡ് ആക്കിയിട്ടുണ്ട്. റിയർ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോർമലി നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം ഷേക്കുകളും കാര്യങ്ങളൊക്കെ വരും. അതേസമയത്ത് നമുക്ക് അൾട്രാ സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് ഒരു മോഡ് എനേബിൾ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ള ബട്ടറി സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം നിങ്ങൾ കാറിലോ അല്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ നടക്കുന്ന സമയത്തൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ഭയങ്കര ഒരു ഗിംബൽ യൂസ് ചെയ്ത് നമ്മൾ വീഡിയോ എടുക്കുന്ന അതേ ഫീൽ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പോർട്രേറ്റ് മോഡ് നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റിംഗ് കണ്ടീഷൻ അനുസരിച്ച് പോർട്രേറ്റ് മോഡിന്റെ ക്വാളിറ്റി കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. അതെനിക്ക് ശ്രദ്ധയിൽപ്പെട്ടു. കുറച്ചൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പോർട്രേറ്റ് കുറച്ചൊന്നും വല്ലാണ്ടായി പോകും, ഓവർ എക്സ്പോസ്ഡ് ആയി പോകും, ഇല്ലെങ്കിൽ കുറച്ച് അണ്ടർ എക്സ്പോസ്ഡ് ആയി പോകും. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ഇഷ്യൂസ് നമ്മൾ നേടുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇഷ്യൂസ് ആയിട്ട് എടുത്ത് പറയേണ്ടതൊന്നുമല്ല. നമ്മൾ ഇനി യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് അറിയാനായിട്ട് പറ്റും. യൂസബിലിറ്റിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാലും ഒരു ലാഗോ ഗ്ലിച്ചോ ഒന്നും തന്നെ ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് സൂപ്പർ ബട്ടറി സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗെയിംസ് ആയാലും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക യൂസ് ചെയ്യുന്ന സമയത്തായാലും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന ആയാലും എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് നടക്കുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ ഓപ്പോ റെനോ 5 പ്രോ 5G സ്മാർട്ട് ഫോണിന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. ഇത്ര മാത്രമേ ആക്ച്വലി നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ഇനി റിവ്യൂലായിരിക്കും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പോകുന്നത്. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വൈസ് എന്നെ ഹാൻഡ്സ് ഓൺ ഫീൽഡിലാണ് ഏറ്റവും കൂടുതൽ ഇതിന് ഞെട്ടിച്ചത്. ഈ ഒരു ഡിവൈസിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഹാൻഡ്സ് ഓൺ ഫീൽ തന്നെയാണ്. ഈ ഒരു ഡിവൈസ് നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിൽ എത്തുന്ന സമയത്ത് അത് മനസ്സിലാവും. ഈ ഒരു ഡിവൈസിന്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 35,990 രൂപയാണ്. അപ്പോൾ പ്രീ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് ഡിവൈസ് കിട്ടും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവന്നായിരിക്കും.